കരിയറിന്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ദിലീപ്. തുടരെ പരാജയങ്ങൾ മാത്രം. മഞ്ജു വാര്യർക്കൊപ്പം ദിലീപിന്റെ ഭാഗ്യവും പടിയിറങ്ങിപ്പോയി എന്നാണ് ചിലരുടെ വിലയിരുത്തലുകൾ. എന്നാൽ മഞ്ജു വാര്യരല്ല, 50% ദിലീപിന്റെ തകർച്ചയ്ക്ക് കാരണം ഹരിശ്രീ അശോകനാണ്. ദിലീപ് ചിത്രങ്ങളിലെ ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണത്രേ പരാജയങ്ങൾക്ക് കാരണം. മുകളിലേക്ക് കയറാൻ ഉപയോഗിക്കുന്നതാണ് ചവിട്ടുപടികൾ. അതുപോലെയായിരുന്നു ദിലീപിന് ഹരിശ്രീ അശോകൻ. ശക്തമായ നല്ല കരിവീട്ടി പോലത്തെ ചവിട്ടുപടി തന്നെ. അതിൽ ചവിട്ടി ദിലീപ് കയറിയത് ചെറിയ ഉയരത്തിലേക്കല്ല, ജനപ്രിയ സ്ഥാനത്തേക്കാണ്. അടൂർ ബാസിക്കും നസീറിനും ശേഷം മലയാളം കണ്ട ഏറ്റവും മികച്ച ഓൺസ്ക്രീൻ കൂട്ടുകെട്ടായിരുന്നു ഹരിശ്രീ അശോകനും ദിലീപും. ഇരുവരും ഒന്നിച്ച എല്ലാ ചിത്രങ്ങളും സൂപ്പർ വിജയങ്ങളായി തീർന്നിട്ടുമുണ്ട്. മത്സരിച്ചുള്ള അഭിനയം രണ്ടുപേരുടെയും ഗ്രാഫ് ഉയർത്തി. ദീപസ്തംഭം മഹശ്ചര്യം, തിളക്കം, ത്രീമൻ ആർമി, ഉദയപുരം സുൽത്താൻ, പഞ്ചാബി ഹൗസ്, ഈ പുഴയും കടന്ന്, ഈ പറക്കും തളിക, റൺവേ, ലയൺ, മാനത്തെ കൊട്ടാരം, ബോഡി ഗാർഡ്, CID മൂസ, ക്രേസി ഗോപാലൻ, ചെസ്, കല്യാണ സൗഗന്ധികം, കുബേരൻ, കൊച്ചി രാജാവ്, പാണ്ടിപ്പട, ഇങ്ങനെ നീളുന്നു ഇരുവരും ഒന്നിച്ച ചിത്രങ്ങളുടെ പട്ടിക. ഹരിശ്രീ അശോകനൊപ്പം അഭിനയിച്ച ചിത്രങ്ങളിലൂടെ ദിലീപ് വളർന്നു ഒരു നിലയ്ക്കെത്തിയപ്പോൾ പതിയെ ദിലീപ് അശോകനെ തഴഞ്ഞ് മറ്റു പല ഹാസ്യതാരങ്ങളെയും കൊണ്ടുവന്നു. എന്നാൽ അവർക്കാർക്കും ഹരിശ്രീ അശോകന്റെ ഏഴാലത്ത് ദിലീപിനെയും കൊണ്ടെത്താൻ കഴിഞ്ഞില്ല. നല്ല കെമിസ്ട്രി ആയിരുന്നു ഹരിശ്രീ അശോകനും ദിലീപും തമ്മിൽ. ആർക്കെങ്കിലും ഒരാൾക്ക് പതറിയാൽ മറ്റേയാൾ പിടിച്ചു നിൽക്കും. എന്നാൽ ഇന്ന് ദിലീപ് ചിത്രങ്ങൾ മൂക്കും കുത്തി താഴെ വീഴാൻ കാരണം ഹരിശ്രീ അശോകന്റെ അസാന്നിധ്യമാണോ എന്ന് ആരാധകർക്ക് തോന്നിപ്പോകുന്നു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.